തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമുള്ള ഇപ്പം എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. അപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഞാൻ ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിനാണ് മാറി ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്.